തൽക്കാലം നീ ഒരു കാര്യം ചെയ്. ഇതേ ഞാൻ നിനക്ക് സ്പെഷ്യലായി വാങ്ങിയ ഡ്രസ്സാ. ഇതൊന്ന് ഇട്ടുണ്ടോ വന്നേ. പിന്നെ ഇന്നലെ രാത്രി പേടിയും ബഹളമായിട്ടൊക്കെ അങ്ങ് പോയി. ഇന്നാണ് നമ്മുടെ ശരിക്കുള്ള ഫസ്റ്റ് നൈറ്റ്. May I come in, sir? സണ്ണിച്ചായ, ഇതെങ്ങനെയുണ്ട്? ആര് ആര് പറഞ്ഞു നിന്നോട് ഇതിടാൻ? ഇത് ചേച്ചിയുടെയാ? അതെ, അതുകൊണ്ട് തന്നെ എന്തിനിട്ടോ ഞാൻ ഓരോന്ന് മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഹാൻസിയെ കുറിച്ചുള്ള ഓർമ്മകൾ. നിനക്കതറിയില്ല. സണ്ണിച്ചായ, ഓ എന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങി പോവാൻ. സണ്ണിച്ചായ, Get lost! Get lost! Get lost! ഓൺ ചെയ്യട്ടെ? സോണി, സോണി, സോണി. ഇനിയും പിണക്കം തീർന്നില്ലേ? ഞാൻ അപ്പോഴത്തെ മൂഡിൽ അറിയാതെ അങ്ങ് പറഞ്ഞു പോയതല്ലേ. അതിനാണോ ഇപ്പോഴും ഇങ്ങനെ മോന്തയും വീർപ്പിച്ച് കെട്ടി നിൽക്കുന്നത്? ഒന്ന് ചിരിക്കന്റെ പെമ്പിളെ. ആ വരട്ടെ 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 വരട്ടെ, ഇങ്ങ് പോരട്ടെന്ന്. പിന്നെ ഞാനിന്ന് വൈകിട്ട് നേരത്തെ വരും. റെഡിയായിട്ടിരുന്നോണം. നമുക്കൊന്ന് പുറത്തു പോണം. ആദ്യം ഒരു കറക്കം, പിന്നെ ഒരു ഡിന്നർ. അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് മോളു, ഡാഡി വൈകിട്ട് വരുമ്പോ മോക്ക് എന്താ കൊണ്ടുവരണ്ടേ? ഓക്കെ, ഡൺ. എന്തൊരു പൊടിയാ! അതിന് ഈ മുറി കയറിയിട്ട് കുറെ നാളായില്ലേ? മോളെ, നിന്നോടല്ല ഞാൻ പറഞ്ഞ് പുറത്തു പോയി കളിക്കാൻ. ഈ പൊടി മുഴുവൻ മൂക്കി കയറും. അതിനാണ് മോളെ ക്ലീൻ ചെയ്യാ. മയെ, മോളെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോ. ശരി ചേച്ചി. വല്ല കോൾഡും പിടിക്കും. മോളെ, നമുക്ക് പുറത്തു പോയി കളിക്കാം. വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. വരുമ്പോ ആ വാക്യൂം ക്ലീനർ ഇങ്ങെടുത്തോ. ശരി. മാന്ത്രിക കുതിര. അധ്യായം 1. മരണത്തിന്റെ നിറം ചുവപ്പാണോ? ഇന്നത്തെ പ്രഭാതത്തിന്റെ മുഖത്തും ചുവപ്പ് നിറം. അനിതയുടെ നിശ്ചലമായ കണ്ണിലും മുഖത്തും ചുവന്ന് കരിവാളിച്ച രക്തപ്പാടുകൾ. ഒരിക്കലും ഉണരാത്ത സുഖനിദ്ര. ആത്മഹത്യ ചെയ്തതിന്റെ ബീഭത്സതകളൊന്നും അവളുടെ മുഖത്ത് ലേശം പോലുമില്ല. നിത്യനിതാന്തത. പാതി മയക്കത്തിൽ എന്ന പോലെ ഒരു പുൽക്കുടി തുമ്പിനെ നൈർമല്യവുമായി അവൾ ഒരിക്കലും ഉണരാത്ത നിദ്രയുടെ ലോകത്തിലേക്ക് പറന്നു പറന്നു പോയിരിക്കുന്നു. രമേശ് ഇതേക്കുറിച്ച് അറിയുമ്പോൾ എന്തായിരിക്കും?
ദിവസം ചേച്ചിയുടെ കത്ത് വന്നു. പതിവ് പോലെ പരാതികളും പരിഭവങ്ങളും ഇല്ലാത്ത കത്ത്. ചേച്ചി ഇങ്ങനെ എഴുതി: അനിയത്തിക്ക്, ഇങ്ങനെ ഒരു കത്ത് നീ ഒരിക്കലും എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചിരിക്കില്ലെന്നറിയാം. ജീവിതത്തെക്കുറിച്ചുള്ള എൻ്റെ എല്ലാ സ്വപ്നങ്ങളും അസ്തമിക്കുകയാണ്. ഒരു ഭർത്താവ് ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സന്തോഷമോ പരിചരണമോ നൽകുവാനുള്ള കഴിവ് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു ഭാര്യ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരു ഭാരമായി ജീവിക്കുന്നതിൽ ഇനി അർത്ഥമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഒരു വിഷമമേ ഉള്ളൂ എനിക്ക്. എൻ്റെ മോള്, അവളെ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. അമ്മയില്ലാത്ത ദുഃഖം അറിയിക്കാതെ നീ വേണം ഇനി അവളെ വളർത്താൻ. മറ്റൊരു സ്ത്രീ എൻ്റെ മോൾ അമ്മയെന്ന് വിളിക്കുന്നത് എനിക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല. എൻ്റെ മോളുടെ അമ്മ എന്നും ഇനി നീ ആയിരിക്കണം. അതെൻ്റെ അവസാനത്തെ ആഗ്രഹമാണ്. നീ ഈ ചേച്ചിയോട് ഓർക്കുമല്ലോ. സസ്നേഹം, ചേച്ചി. ഗുഡ് മോർണിംഗ് പ്രതിഭ പബ്ലിഷേഴ്സ്. എക്സ്ക്യൂസ് മീ, യെസ്, മിസ്റ്റർ മാത്യു വർഗീസ്. അകത്തുണ്ട്. Yes, Matthew Varghese. What can I do for you? ഇരിക്കൂ. താങ്ക് യു. ഐ എം മിസ്സസ് സണ്ണി കുരുവിള. Yes, I know. ഞാൻ വന്നിട്ടുണ്ട് മാരേജിന് ചർച്ചിൽ. എന്താ പ്രത്യേകിച്ച് ഇവിടെ? സണ്ണിച്ചായൻ എഴുതിയ മാന്ത്രിക കുതിര എന്ന നോവലിന്റെ മാനുസ്ക്രിപ്റ്റ് വന്നതാ. എന്തോ കുറച്ച് കറക്ഷൻസ് ഉണ്ടെന്നാ പറഞ്ഞത്. ഓ, ഐ ആം വെരി സോറി മിസ്സസ് സണ്ണി. അത് മിസ്റ്റർ സണ്ണി ഇന്ന് രാവിലെ വാങ്ങിക്കൊണ്ട് പോയല്ലോ. ഒരുപക്ഷെ തിരക്കിൽ എന്നോട് പറഞ്ഞ കാര്യം സണ്ണിച്ചായൻ മറന്നുപോയതായിരിക്കും. Yes, there you are. അല്ലെങ്കിൽ ഈ എഴുത്തുകാരൊക്കെ ഇങ്ങനെയാ. Sometimes they are absent minded. താങ്ക് യു സർ. Welcome. സോറി ഫോർ ദ ട്രബിൾ. Oh, it's all right. ഇതെവിടെ പോയിരുന്നു? മോളെ ഉറക്കുകയായിരുന്നു. എന്തു പറ്റി? ആകെ ഒരു ഡൾ മൂഡിൽ. ഒന്നുമില്ല. ഓ, മനസ്സിലായി. ഇന്നത്തെ ഔട്ടിംഗ് അല്ലേ? സോറി മോളെ, ഇന്നൊരു കേസിന് ഇൻട്രോഗേഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോ ഒത്തിരി വൈകി. ഔട്ടിംഗ് നമുക്ക് നാളെ ആക്കാം. എന്താ? ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ. കുറേ നല്ല രാത്രികൾ നമുക്ക് വെറുതെ നഷ്ടപ്പെട്ടു. ഇന്ന് അതിന്റെ എല്ലാം കടഞ്ഞാൻ വീട്ടിൽ. ഇന്ന് വേണം നമുക്ക് നമ്മുടെ ജീവിതം ആരംഭിക്കാൻ.